ഹലോ ഗായ്സ്, ഇന്നെൻ്റെ ആദ്യത്തെ ക്ലാസ്സാണ്. നിങ്ങളെല്ലാവരും എനിക്ക് സപ്പോർട്ട് ചെയ്തതിനും സബ്സ്ക്രൈബ് ചെയ്തതിനും ലൈക്ക് ചെയ്തതിനും കമൻറ്റും നല്ല നല്ല കമൻറ്റ്സുകളായിരുന്നു. അതെല്ലാം കണ്ടിട്ട് നല്ല സന്തോഷമായി. എല്ലാത്തിനും താങ്ക് യു സോ മച്ച്. ഇപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ക്ലാസ് എടുക്കാൻ വേണ്ടി വേണ്ട സാധനങ്ങളാണ് ഈ കാണുന്നതെല്ലാം. ഓക്കെ, നോട്ട്സ്, ലേസർ, പെൻസിൽ, പെന്ന്, സ്കെയില്, കത്രിക, പിന്നെ ന്യൂസ് പേപ്പറും കൂടി ആവശ്യമുണ്ട്. ഓക്കെ, ഇത്ര സാധനങ്ങളാണ് നമുക്ക് ആദ്യം വേണ്ടത്. ഓക്കെ, പിന്നെ ഈ നോട്ട്സിൻ്റെ കാര്യം പറയുമ്പോൾ ഈ നോട്ട്സ് ലോങ് ആണെങ്കിൽ കുഴപ്പമില്ല, ഷോർട്ട് ആണെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ കാലിയായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഈ നോട്ട് എന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ എപ്പോഴും നമുക്ക് മറന്നു പോവുകയാണെങ്കിൽ ഇതിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ ഒന്നും മനസ്സിലാവില്ല, പക്ഷേ കട്ടിങ് പഠിച്ചു കഴിഞ്ഞാൽ എപ്പോഴും നമുക്ക് അതിനെപ്പറ്റി മറന്നു പോവുകയാണെങ്കിൽ ജസ്റ്റ് ഇതിലൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അതിനാണ് ഈ നോട്ട് നമ്മൾ ചെയ്തു വെക്കുന്നത്. ഓക്കെ, നോട്ടിൽ ഇതുപോലെ ഒരു ഡ്രോയിങ്ങും അതിൻ്റെ ഡീറ്റെയിൽസുമാണ് ഇത് എഴുതിയിട്ടുള്ളത്. ഓക്കെ, ഈ എന്നുള്ളത് അത് നെക്ക് എന്നാണ്. ഓക്കെ, ഞാൻ ഷോർട്ടായിട്ട് നെക്ക് എന്നുള്ളത് എന്ന് എഴുതിയതാണ്. നെക്ക് എന്നുള്ളത് നെക്കിൻ്റെ നീളം, നെക്കിൻ്റെ വീതി എന്നാണ് എഴുതിയിട്ടുള്ളത്. ഓക്കെ, ചെസ്റ്റ്, കൈ. ഓക്കെ, ഇതെല്ലാം ഇതിൻ്റെ ഡീറ്റെയിൽസ്. നോക്കുമ്പോൾ മനസ്സിലാവും നിങ്ങൾക്ക്. എ ടു ബി, അതായത് എ ടു ബി നീളം അങ്ങനെയാണ്, ബി ടു സി വീതി അങ്ങനെയാണ്. ഓക്കെ, പിന്നെ ഈ 13.5, 10 ഇങ്ങനെയല്ല എഴുതിയിട്ടുള്ളത്. വീതിയും ഇത് അതായത് നമ്മൾ നോട്ട്സിൽ എഴുതുമ്പോൾ ടേപ്പല്ല എടുക്കുക, സ്കെയിലാണ് എടുക്കുക. ഈ ഇഞ്ച് കണക്കാണ് ഇത്. ഇങ്ങനെ വെച്ചിട്ടാണ് നമ്മൾ, ഇഞ്ച് കണക്കല്ല സെൻറ്റിമീറ്റർ കണക്കിനാണ് നമ്മൾ എടുക്കേണ്ടത്. ഓക്കെ, ഇതുപോലത്തെ ഒരു ന്യൂസ് പേപ്പറാണ് നമുക്ക് ആവശ്യം. നേരത്തെ നിങ്ങളടുത്ത് പറഞ്ഞ പോലെ ഇങ്ങനത്തെ ന്യൂസ് പേപ്പർ ആവശ്യമുണ്ട്. ഇതിനെ ഫസ്റ്റ് ഇതൊരു തുണിയാണെന്ന് നിങ്ങൾ സങ്കല്പിക്കുക. ഇതൊരു തുണിയാണ്. നമുക്ക് ഇതിൽ ഒരാൾക്ക് പെറ്റിക്കോട്ട് അടിച്ചു കൊടുക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഈ ഒരു തുണി, സാധാരണ നമുക്ക് തരുന്ന തുണി ഇങ്ങനെയാണ് ഉണ്ടാവുക. സ്ട്രൈറ്റായിട്ട് ഇങ്ങനെ ഉണ്ടാവും. അതിന് നമ്മൾ ഫസ്റ്റ് ആദ്യം ഇതുപോലത്തെ ഒരു സ്കെയിൽ എടുക്കുക. ഈ സ്കെയിൽ എടുത്തിട്ട് ഫസ്റ്റ് നമ്മൾ ഇവിടെ വെക്കുക. ഓക്കെ, ഇത് ഇപ്പോൾ 15 ഉണ്ട്. ഓക്കെ, ഈ 15ലേക്ക് ആദ്യം ഇങ്ങനെ മാർക്ക് ചെയ്യുക. നമുക്ക് എത്രയാണോ ആവശ്യം അത്രത്തിലേക്ക് ഫസ്റ്റ് മാർക്ക് ചെയ്യുക. ഓക്കെ, മാർക്ക് ചെയ്തതിന് ശേഷം ഈ മാർക്കിലേക്ക് നമ്മളിങ്ങനെ ഫോൾഡ് ചെയ്യുക. ആ മാർക്ക് എവിടെയാണോ ഉള്ളത് അവിടത്തേക്ക് ഇങ്ങനെ ഫോൾഡ് ചെയ്യുക. രണ്ടായി മടക്കി. ഇപ്പോൾ നെക്സ്റ്റ് നമുക്ക് വേണ്ടത് നീളമാണ്. നീളം അത് ഇതേപോലെ വെച്ചിട്ട് 15, ഇത് 15ആണ് സ്കെയിലുള്ളത്. ഈ 15ലേക്ക് മാർക്ക് ചെയ്യുക. ഇത് നീളമാണ്. ഈ മാർക്ക് ചെയ്തത് ഞാൻ ഇവിടെയാണ്. ഓക്കെ, ഈ നീളത്തിലേക്ക് ഇതേപോലെ മടക്കുക. ഇങ്ങനെയാണ് മടക്കേണ്ടത്. ഓക്കെ, അല്ലാതെ ഈ പേപ്പറിനെ ഇങ്ങനെ ഫോൾഡ് ചെയ്യരുത്, ഇങ്ങോട്ടേക്കാണ് ഫോൾഡ് ചെയ്യേണ്ടത്. ഇതിൻ്റെ അറ്റം ഈ മേലെ ഭാഗത്ത് കാണണം. നെക്സ്റ്റ് നമ്മൾ എടുക്കേണ്ടത് നെക്കാണ്. ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ എടുക്കേണ്ടത് നെക്കാണ്. ഈ നെക്കിന് നമുക്ക് ഇവിടെ 3.5 ഉള്ളിടത്തേക്ക് മാർക്ക് ചെയ്യാം. 3.5. ഓക്കെ, നെക്സ്റ്റ് നെക്കിൻ്റെ നീളത്തിന് ഒരു 4ലേക്ക് മാർക്ക് ചെയ്യാം. ഇവിടെയാണ് ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ളത് നീളം. ഇവിടെ വീതിയും മാർക്ക് ചെയ്തു. ഓക്കെ, ഇനി ഇതിനെ ഇങ്ങനെ ഒരു ചെക്സ് കൊടുക്കുക. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് കയ്യിൻ്റെ ഷോൾഡർ ഭാഗമാണ്. അത് ഷോൾഡറിൻ്റെ കണക്കെടുക്കുമ്പോൾ ഈ നെക്ക് ഇവിടുന്ന് ഇവിടുത്തെ വരെയാണ് നെക്ക്, ഈ സ്ഥലം വരെ. ഇവിടുന്ന് ഇങ്ങോട്ടാണ് ഷോൾഡർ. അപ്പോൾ ഷോൾഡറിൻ്റെ ഭാഗത്തേക്ക് ഒരു 4 എടുത്തിട്ട് അടുത്തേക്ക് മാർക്കാക്കി കൊടുക്കുക. പിന്നെ കയ്യിൻ്റെ നീളം അതൊരു 5.5 ഇഞ്ച് എടുത്തിട്ട് അവിടത്തേക്ക് മാർക്കാക്കി കൊടുക്കുക. ഇവിടെയാണ് ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ളത്.
ഇവിടുന്ന് 4 എടുത്തു, ഇവിടുന്ന് 5.5 എടുത്തു. ഓക്കെ, നെക്സ്റ്റ് ഇതിന്ന് ഇതിലേക്ക് സ്ട്രൈറ്റ് ലൈൻ കൊടുക്കുക. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ചെസ്റ്റിൻ്റെ വീതിയാണ് എടുക്കേണ്ടത്. ചെസ്റ്റ് നമുക്കൊരു 12 എടുക്കാം. ഓക്കെ, ഇത് ചെസ്റ്റിൻ്റെ ഈ കൈയിൻ്റെ ഏറ്റവും അവസാനത്തു നിന്നാണ് ചെസ്റ്റിൻ്റെ വീതി നമ്മൾ കണക്കാക്കുക. ഈ പോയിന്റിൽ വെച്ചിട്ടാണ് നമുക്ക് ചെസ്റ്റിൻ്റെ വീതി കണക്കാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടത്തേക്ക് ഒരു ലൈൻ കൊടുക്കുക. പിന്നെ ആദ്യം ഏറ്റവും എൻഡിലേക്ക് ഒരു സ്ട്രൈറ്റ് ലൈൻ കൊടുത്തിട്ട് പിന്നീട് അതിനൊരു ചെറിയൊരു ക്രോസ് ലൈൻ കൊടുക്കുക. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇത്ര ആയിക്കഴിഞ്ഞാൽ ചെയ്യേണ്ടത് റൗണ്ട് ഷേപ്പ്, നെക്കിന് റൗണ്ട് ഷേപ്പ് കൊടുക്കുക. നമ്മളെക്കൊണ്ട് കഴിയുന്ന പരമാവധി റൗണ്ട് ഷേപ്പിൽ നെക്കിന് കൊടുക്കുക. അതേപോലെ തന്നെ കൈയിനും ഒരു റൗണ്ട് ഷേപ്പ് കൊടുക്കുക. ഏറ്റവും ഈസിയായ മെത്തേഡിലാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. കണക്കോ അങ്ങനത്തെ ഒന്നും ഇല്ലാതെ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിലാണ് ഞാൻ പറഞ്ഞു തരുന്നുള്ളത്. ഇതേപോലെ റൗണ്ട് കൊടുക്കുക. ഓക്കെ, നെക്സ്റ്റ് ഒരു കത്രി എടുത്തിട്ട് ഇത് ആദ്യം ഈ നെക്കിൻ്റെ റൗണ്ട് ഷേപ്പ്, ഈ സ്ക്വയർ ഷേപ്പ് മുറിക്കരുത്, ഈ നെക്കിൻ്റെ റൗണ്ട് ഷേപ്പ് കട്ട് ചെയ്തെടുക്കുക. ഷേപ്പ് കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞു. നെക്സ്റ്റ് കൈയിൻ്റെ ഷേപ്പ് കട്ട് ചെയ്തെടുക്കുക. പിന്നെ ഈ ക്രോസ് ഷേപ്പ് കട്ട് ചെയ്ത് എടുക്കുക. പിന്നെ ഈ താഴെ സ്ട്രൈറ്റ് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഇങ്ങനെ വരുമല്ലോ, ഇങ്ങനെ വരുന്നതിന് ഈ 2 പീസ് ഇങ്ങോട്ടും 2 പീസ് ഇങ്ങോട്ടും ഉണ്ടാവും. അപ്പോൾ ഈ സെൻറ്റർ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ ഇതാ നിങ്ങളെ പെറ്റിക്കോട്ട് റെഡി. ഇത് 2 പീസ്, 1 പീസ് 2 പീസ് റെഡി. ഓക്കെ, ഇത് ഫ്രണ്ട്, ഇത് ബാക്ക്. ഇനി ഇതിൽ നിങ്ങൾക്ക് മനസ്സിലാകാത്ത എന്തെങ്കിലും ഭാഗങ്ങളുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക. ഓക്കെ, ഇത് നിങ്ങൾക്ക് പിന്നെയും ക്ലാസ്സിൽ എടുക്കുമ്പോൾ ഇപ്പോൾ പേപ്പർ കട്ടിങ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും അല്ലേ? ഇങ്ങനെയാണ് പേപ്പർ കട്ടിങ് ചെയ്യേണ്ടത്. ഇനി അടുത്തത് ഞാൻ തുണിയിലാണ് നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് പേപ്പർ കട്ടിങ് കാണിച്ചു കഴിഞ്ഞു. ഇത് പിന്നെയും നിങ്ങൾ ട്രൈ ആക്കിക്കൊണ്ടേ ഇരിക്കുക. ഒരു വട്ടം ശരിയായില്ല എന്നുണ്ടെങ്കിൽ പിന്നെയും ട്രൈ ആക്കുക. ഫസ്റ്റ് ഞാൻ ഫോൾഡ് ചെയ്യുന്ന സംഗതി നിങ്ങൾ കറക്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കെല്ലാം കറക്റ്റ് കിട്ടും. ഇത് ക്ലാസ്സിൽ ഒരു വട്ടം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് പോലെയല്ല, വീഡിയോ പിന്നെയും റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും. അപ്പോൾ ഈ ഒരു വിഷയം നിങ്ങളെല്ലാം ചെയ്ത് കഴിയുക. അപ്പോഴത്തേക്കും ഞാനിതിൻ്റെ സെക്കൻഡ് പാർട്ട് ഇടും. അപ്പോൾ നിങ്ങൾക്ക് കാണാം തുണിയിൽ എങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുക. ഒരു വട്ടം ചെയ്തിട്ട് അത് പാളിപ്പോയെങ്കിൽ എനിക്ക് പറ്റൂല, ഇത് പഠിക്കാൻ പറ്റില്ല എന്നൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട. കറക്റ്റ് നോക്കിക്കഴിഞ്ഞ് ട്രൈ ചെയ്തുകൊണ്ടേ ഇരുന്നാൽ നിങ്ങൾക്ക് പറ്റും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇന്ന് അവസാനിച്ചു. ഇനി അടുത്ത ക്ലാസ് ഈ പെറ്റിക്കോട്ട് തന്നെയാണ്. ഇനി അടുത്തതായി തുണിയിൽ ഞാൻ എങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരാം നിങ്ങൾക്ക് എല്ലാവർക്കും. ഓക്കെ, ബൈ.